നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ? എൻ്റെ വൈഫ് ഹൗസ് ഇവിടെ അതിനെക്കൊണ്ട് എനിക്ക് ഫ്രീ ആണ്. ഇതിൻ്റെ പെണ്ണുങ്ങളും ചാടിക്കാം നീലൊക്കെ കയറിക്ക ഇങ്ങോട്ട് അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കാണാൻ. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടാൻ പറ്റും. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണ് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത്. ഇതിൽ പാടാൻ ആളില്ല, ചാടാൻ ആളില്ല, ഓടാൻ ആളില്ല. ഇവിടെയൊക്കെ പാറക്കല്ലിനെ കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതിനെ കൊണ്ട് നല്ലൊരു ഭംഗിയുണ്ടാവും. ഇവിടെ ചുറ്റോടും സ്വിമ്മിങ് പൂളാണ്. ഇതിങ്ങനെ തിരിയണ ഐറ്റംസ് കണ്ടില്ലേ? കുട്ടികളില്ലാത്തതിനെ കൊണ്ടാണ്. കുട്ടികളുള്ളവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ചാടും ഓടുകയൊക്കെ ചെയ്യാം. പിന്നെ ഇങ്ങനെ നിൽക്കണ എൻ്റെ പുരയിലൊക്കെ ഇങ്ങനെ ആക്കിയാളോ എന്ന് വിചാരിക്കുന്നത്. എൻ്റെ പുരയിലൊക്കെ ഇങ്ങനത്തെ ഒരു ഐറ്റംസാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഉള്ള കുട്ടികളും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടല്ലേ? പിന്നെ നല്ല വലിയ പൂളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ് കാണാൻ. നല്ല ഭംഗിയിൽ ഇവിടെ അടുത്തേക്കണ്. കണ്ടില്ലേ? അവിടെ ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്. അതിലെ ചാടുന്നുണ്ട്, ഇതിലെ ചാടുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടത്തിൽ നല്ല ഭംഗിയിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ആനയുണ്ട്, കോഴിയുണ്ട്, കുറുക്കനുണ്ട്. ഇതിലൊന്നും കയറാനും മക്കളില്ല. മക്കളൊറ്റാണെങ്കിൽ ഒന്നിലും കയറണമില്ല. മക്കൾ അങ്ങനത്തെ ഒരു മക്കളും ആയിപ്പോയി. അങ്ങനത്തെ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ് മഞ്ഞുമലേ, പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു സാധനങ്ങളുണ്ട്. കുട്ടികളെ രീതിയിലേക്ക് ഓടണം ചാടണമൊക്കെ ഉണ്ട്. ഏതൊക്കെ മക്കളാണ് ആരുതാണെന്ന് കാര്യത്തിയറിയാം. പിന്നെ ഇതുണ്ട്, നീല് ചാടുന്നുണ്ട്, നീല് ചാടുന്നുണ്ട്. അതിൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അത് അവിടെ വെച്ചിരിക്കുന്ന. ഇത് പിന്നെ എൻ്റെ സ്വന്തം മുതലാണ്. അതിനെ കൊണ്ട് വേറെ കുഴപ്പമില്ല. ഇതിനോട് എന്ത് വേണമെങ്കിൽ പറയാം. കൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇതിനങ്ങനെ കിട്ടിയതാണ്. ഇതിനെ കിട്ടിയ കഥ വേറൊരു വീഡിയോയിൽ ചെയ്യും. ഇതിന് നമ്മൾ തന്നെ ഉണ്ട് ഒരു സിനിമ ആക്കാൻ മാത്രം. ഒരേക്കും അതൊക്കെ ആലോചിച്ചുകൂടെ എന്തിന്? ഇങ്ങനത്തൊക്കെ ഉള്ളൂ. നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. തെങ്ങും പ്രകൃതി രമണീയമായ ഈ സ്ഥലം നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് പിടിക്കുക. നല്ല കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ പിടിച്ചാലാണ് റെഡിയാവാന്നുള്ളത് അറിയില്ല. നല്ലൊരു എൻട്രൻസ് വഴി ആയതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കുറേ തള്ളാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ചെറിയ കുട്ടികളുടെ പൂളാണ്. നല്ല ഭംഗിയുള്ള പൂള്. പിന്നെ ഇവിടെ വലിയ പൂള്. നല്ല പ്രകൃതി രമണീയമായ ഇത് വേറെന്തോ കുന്താണെന്നാണ് തോന്നുന്നത്. ഇത് ഓടണില്ല, ഇത് കേടായിക്കണമെന്നാണ് തോന്നുന്നത്. എന്തായാലും വേണ്ടിയില്ല. ഇതൊക്കെ ഓടണമെന്ന് നമ്മളെ ചാനലിൽ പറയുള്ളൂ. നമുക്ക് ഏതായാലും കാര്യമൊന്നുമില്ല. ഇത് വൈറലായി കഴിഞ്ഞാൽ എനിക്ക് കാര്യമുണ്ട്.
ഇതിന് നമ്മൾ പൈസ ഒന്നും വാങ്ങണില്ല, ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ചാനലാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ വൈറലായിട്ട് വേണം എന്താക്കാൻ, വീഡിയോ ഒന്ന് ക്ലിയർ ആക്കാൻ. പുതിയ ഫോണ് വാങ്ങണം, കുറേ പണി തീർക്കണം, കുറേ പണികളുണ്ട്. ഇതെന്തോ ഒരു സാധനമാണിത്, തോണിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു പോയി ഇവിടെ എന്തത് തൂറാൻ കുത്തിരിക്കണേ, ഇതാ ഒരു മുഴയിൽ ഇവിടെ തൂറാൻ കുത്തിരിക്കുന്നുണ്ട്. ഇത് കക്കൂസാന്ന് തോന്നുന്നത്. ഇതിൻ്റെ മേലേക്ക് നമ്മളെ ആകാശത്ത് കൂടി ഓടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആകാശത്ത് കൂടി ഓടണേ, ആ ഒരു ഐറ്റംസാണിത്. കയറൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ റോപ്പാണിത്. അതിലേക്ക് കയറാനുള്ള വഴിയാണത് എന്നൊക്കെ വിചാരിക്കണം കേട്ടോ. ആകാശത്തേക്ക് കയറാൻ അത് കെട്ടിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്ങനെ കാണാമെന്ന് വെച്ചാൽ ഇതിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു സംഭവം തന്നെയാണ്. വേറെ പ്രത്യേകിച്ചിട്ട് ഇതിനൊന്നും പറയാനൊന്നുമില്ല. ഇതിങ്ങനെ കയറിയിട്ട് ഇതാ ആ റോപ്പ്, ഇങ്ങനെ റോപ്പ് പോകും കേട്ടോ. റോപ്പ് ഇവിടം വരെ കൊടുവള്ളി മൊത്തം കാണാം എന്നൊക്കെയാണ് പറയണത്. പൊള്ളാണോ ഉള്ളതാണോ എന്നൊന്നും നമ്മളറിയില്ല. ഏതായാലും നല്ലൊരു വിശേഷം തന്നെ ആയിരിക്കുന്നു. എല്ലാവർക്കും ഇത് കാണാം, കാണാത്തവർക്കൊക്കെ ഇതൊന്ന് കാണാം. അതായത് നമ്മളെ പൈസ പോയി കിട്ടിക്കണേ, ബാക്കിയുള്ളവരെ സ്ഥിതി എന്താണെന്നറിയില്ല. ഇതിലേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ കുതിരകളൊക്കെ ഉണ്ട്. ഇത്തരമുള്ള ഇറക്കും കയറ്റമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു കുതിര പുല്ല് നിന്നുണ്ട്. ഇങ്ങോട്ട് വെള്ളയിച്ചിട്ടായിരിക്കും. അതാണ് കേട്ടോ, അത് പുല്ലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കുതിര നോക്കിക്കുകയാണ്. നല്ല മൂടിലുള്ള മൂപ്പര് വീഡിയോ അതിൻ്റെ അടുത്തേക്ക് പോകാൻ. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. ഒരു വിശിഷ്ടപ്പെട്ട കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ പുല്ലൊക്കെ ഉണ്ട്. അത് നമ്മൾ നാട്ടിൽ കാണാത്തൊരു സാധനമാണ്. കോഴിക്കോട് മാത്തോട്ടൊന്നും ഇത് പുല്ല് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. 50 ഉറുപ്പ്യക്കൊക്കെ ഒരു ലാഭം തന്നെയാണ്. പിന്നെ ഇവിടെ എന്താണിത്, നല്ലൊരു കാഴ്ച തന്നെ. പേര് തന്നെ കണ്ടു, ഹിൽ പാർക്ക്. പിന്നെതാ എൻ്റെ മക്കളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. എൻ്റെ മുതൽ അവിടെ കുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഐറ്റംസൊക്കെ ഉണ്ട്, ചെറിയ വിലയുള്ളൂ. ചായ ഉണ്ട്. പിന്നെന്താണ്, അവനൊക്കെ നല്ല കളിയിലാണ്. വീഡിയോ എടുക്കാം. നല്ല രസമാണ്. രണ്ടാളും കയറുന്നുണ്ട്. ഒരിക്കലൊരു രസമായി, ഒരിക്കലൊരു ടൂറാണല്ലോ ഇത്. അവർ കുത്തി മറിയുന്നുണ്ട്. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ. നല്ല കുട്ടികളൊക്കെ എന്തിനാണെന്ന് അറിയില്ല, കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു കുട്ടി ഇതിൽ കിടന്ന് കളിക്കുന്ന, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. നല്ലൊരു രസത്തിലൊക്കെ തന്നെയാണ് ഇവിടെ പോകുന്നതായി. ഊഞ്ഞാലുണ്ട്, ആരുമില്ല ആടാൻ. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വേറൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ആൾക്കാരാണ്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ പൂളുണ്ട്, കുട്ടികളെ പൂള്, പാറൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിക്കണ്. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു കാഴ്ചകളെന്ന് പറയാൻ. ഇതെങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ ആക്കണം. ഇതൊക്കെ എന്നിട്ട് വേണം നമ്മളൊന്ന് രക്ഷപ്പെടാൻ. രക്ഷപ്പെട്ടിട്ട് വേണം ഒന്ന് കഴിച്ചിലാവാൻ. ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ. ഇനി അടുത്ത കാഴ്ചയായിട്ട് അടുത്ത ദിവസം വരാം. എൻ്റെ മോനിയിൽ കയറുന്നുണ്ടേ. അയ്യായിരുന്ന പാട്ടി തരാം. ഇതിൽ കയറി വേറെയും കയറാണ്ട്. ഇതിൽ കയറിക്കോട്ടെ. ഇതാ നല്ല കാഴ്ച തന്നെയല്ലേ, എന്ത് രസമാണ് കാണാൻ. ഈ
തല കറങ്ങും കിടന്നിട്ട്. അഞ്ഞി വാ, അടുത്തേക്ക് കയറുക. വാ, ഇറങ്ങി വാ. അതിൽ വന്നിട്ട് അതിലേക്ക് കയറി. ഇതിൽ അതിൽ കയറിക്കുക. ഇതൊക്കെ നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ കാണുന്നില്ല കൂടി. അങ്ങനത്തെ ഒരു കാഴ്ച തന്നെയാണത്. നമുക്ക് ഒന്നും തോന്നൂല, പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ആനന്ദം തന്നെ ആയിരിക്കും. കണ്ടില്ലേ, ഓനെന്താന്ന് കൂടി മനസ്സിലാവുന്നില്ല. ഓനാട്ടുകയാണോ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും തല കറങ്ങുന്നുണ്ട്. കപ്പലുണ്ട്, വിചിത്രമായ കപ്പൽ ഇവിടെ ഉണ്ട്. ഇനി മറ്റേ ലിമാനെ മെല്ലെ 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 നിന്നോട്ടെ. അതിലല്ല നെയ്നോ അപ്പുറത്ത് കൂടി കയറി. നെയ്നോ ഇല കയറിക്ക. മെല്ലെ എൻ്റെ മോനെ ഇതാ ചേർന്ന, എന്നിട്ട് ഇത് ഒലിഞ്ഞ് വരണ, എന്നിട്ട് ഇതവിടെ എത്തിക്കണ. നെയ്ഫ് ഇതവിടെ, നെയ്ഫ് തുള്ളു. അത് ചെരുപ്പതവിടെ. ഇവിടെ ഒരു മീൻ ഉടുമാനില്ലാതെ നിൽക്കണതാ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അല്ലാ, വലിയൊരു സാമാന്യം അതാ. വേറെ ഒന്ന് മീനിനെ മുണങ്ങാൻ തക്കത്തോണം പാവ മീനിൻ്റെ അഹങ്കാരമാണ്. മുതലിൻ്റെ തൊള്ളയിലേക്കാണ് മീൻ നിൽക്കുന്നത്. പിന്നെ ടൈറ്റാനിക്കിൻ്റെ മേലേക്ക് കയറാനുള്ള ഒരു കോണി ഇവിടെ ഉണ്ട്. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നെയ്ഫ് ഇനി മേലെ കയറിയിട്ട് ആ കപ്പലിൻ്റെ അവിടെ വന്ന് നിൽക്ക്. മേലേക്ക് കയറ്, ആ കോണിമ കൂടി. നെയ്ഫേ അതിലെ കൂടി കയറ്. അതിലെ ആ കോണിമ കൂടി. നെയ്ഫേ ഇങ്ങോട്ട് വന്നേക്ക്. ഇതൊക്കെ നല്ലൊരു ഭംഗി തന്നെയാണ്. ചാടിക്കളി. വെള്ളം കുടിക്കുക. ആദ്യം എടുക്ക്. നമ്മൾ പുരയിലേക്കല്ലേ പോകണം. ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ പറ്റും. ചെമ്മക്ക് ചെല്ലു. നെയ്നും ഇരിക്കി. ऐसा शर्माना अचानक के दिखाए आ मेरी अक्कियाँ जुदाई आ तुझे नखर दिखा വടഭീമായി ചമ്മക്ക് ചെല്ലോ. വടഭീമായി ചമ്മക്ക് ചെല്ലോ. ദിനോസർ എന്താണെന്ന് നോക്ക്. ആയിട്ടില്ലേ? ദിനോസർ എന്താണെന്ന് നോക്ക്. അതിലെ ആയിട്ടില്ല. അപ്പോൾ അത് റെഡി. മണ്ണിലെത്തിയോ? ഇല്ലല്ലോ. മെല്ലെ
ആവശ്യമേ വരുള്ളൂ. ഇതൊക്കെ വെള്ളച്ചാട്ടമുള്ളപ്പോഴും നിർത്തിവെച്ചതാണ്. കറണ്ട് ബില്ല് കൂടുതലായിട്ടായിരിക്കും നിർത്തിവെച്ചിട്ടുണ്ടാവുക. നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ കാണാനൊക്കെ. ഇത് വേറെ ഇതാണ് ആകാശത്തിലെ കാഴ്ചകൾ. ആകാശത്തൊന്നും ഇവിടെ കാണാത്ത നമ്മൾ ആയേരെ അതിനെ കൊണ്ട് ഇതൊക്കെ നല്ലൊരു കാഴ്ച. അത് ഓട്ടോറിക്ഷ കൊടുക്കാനുള്ള പൈസ ആണോ? ആ